ഇവിടെ അവകാശപ്പെട്ടത് ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്. സമയം വേണ്ടിവരും, ചർച്ചകൾ വേണ്ടിവരും, എല്ലാവരുടെയും അഭിപ്രായം കേൾക്കും, അങ്ങനെ സമയമെടുത്ത് തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കഴിയുള്ളൂ എന്നാണ്. പക്ഷേ 8 ദിവസമായിട്ടും കൃത്യമായ മെജോറിറ്റി ഉണ്ടായിട്ടും മുഖ്യമന്ത്രി തർക്കം നീണ്ടുപോകുന്നത് അത് ഭൂഷണമല്ലല്ലോ. എന്തായാലും ജനങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങി, പരിഹാസങ്ങൾ നിറഞ്ഞു തുടങ്ങി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ. ശ്രീ നിയാസിൻ്റെ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിൽ ഇത് ശരിയല്ല, ഈ കാലതാമസം ശരിയല്ല എന്ന് തോന്നിയാലും പരസ്യമായിട്ട് അത് പ്രകടിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിന് ശരിയല്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സത്യത്തിൽ കോൺഗ്രസ് കാണിക്കുന്ന ഈ ഒരു അങ്കലാപ്പുണ്ടല്ലോ, അത് കണ്ടു കഴിഞ്ഞാൽ വോട്ടർക്ക് കിട്ടുന്ന ഒരു ആവറേജ് ഒരു വോട്ടർക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്ന് കോൺഗ്രസ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ്. കാരണം തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അടുത്ത പ്രക്രിയ എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ഫോം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഗവൺമെൻറ് ഫോം ചെയ്യുകയാണ് എങ്കിൽ അതിനൊരു നാഥൻ ഉണ്ടാകണം. അപ്പോൾ ആ നാഥൻ എന്ന് പറയുന്നതാണ് മുഖ്യമന്ത്രി. അപ്പോൾ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അതിന് ഏറ്റവും എലിജിബിൾ ആയിട്ടുള്ള ആൾ ആരാണ് എന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിന് ഒരു തീരുമാനവും നേരത്തെ ഒരു ഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം പെട്ടെന്ന് ഭരണം ഏറ്റെടുക്കുന്നതിന് നമ്മൾ പ്രിപ്പയർഡ് അല്ലായിരുന്നു എന്ന മട്ടിലുള്ള ഒരു വിമർശനം അന്നത്തെ സർക്കാരിനെതിരെ ഉണ്ട്. അതുകൊണ്ട് ഒരു വർഷത്തോളം ഗവർണർ ജനറലായിട്ട് മൗണ്ട് ബാറ്റൻ പ്രഭു തുടർന്നു എന്നുള്ളത് നമുക്കറിയാം. സ്വാതന്ത്ര്യം കിട്ടുന്ന 1947 ഓഗസ്റ്റിലാണെങ്കിൽ അടുത്ത ജൂൺ മാസം വരെ മൗണ്ട് ബാറ്റൻ ഇന്ത്യയുടെ ഗവർണർ ജനറലായിട്ട് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതിന് സമാനമായിട്ട് ഇപ്പോൾ ഇവിടെ അധികാരം നഷ്ടപ്പെട്ടുവെങ്കിലും ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട്, കാവൽ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോഴും തുടരുകയാണ്. അതിനു വേണ്ടിയിട്ടായിരുന്നില്ല കോൺഗ്രസ് ശ്രമിച്ചത്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊരു ലാക്ക് ഓഫ് പ്രിപ്പയർഡ്നെസ് ഉണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പിന്നെ ഈ ജനാധിപത്യ പ്രക്രിയയെപ്പറ്റി പറയുമ്പോൾ, ജനാധിപത്യപരമായിട്ട് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നു, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കാലതാമസം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ, കഴിഞ്ഞ തവണ പിണറായി വിജയന് ഭരണ തുടർച്ചയാണ് കിട്ടിയത്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി എന്ന കാര്യം ആ സമയത്ത് ഉറപ്പായിരുന്നു. തന്നെയുമല്ല, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ട് കുറച്ച് താമസം ഉണ്ടായി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു റൂമർ വാർത്തയായിട്ടൊക്കെ തന്നെ പ്രചരിച്ചിരുന്നു. അദ്ദേഹം ഏതോ ജ്യോത്സ്യനെ കണ്ടു. അപ്പോൾ ജ്യോത്സ്യൻ അദ്ദേഹത്തിന് ഒരു നല്ല സമയം പറഞ്ഞു കൊടുത്തു. ആ സമയം പറഞ്ഞത് ആകാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്ന രീതിയിലത്തേക്ക് അന്ന് വാർത്തകൾ വന്നിരുന്നത് നമ്മൾ ഓർക്കുന്നുണ്ടാവും. പക്ഷേ അവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം ആരാണ് മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നോക്കൂ, എത്ര സംസ്ഥാനങ്ങളാണ് ഒന്നിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോയിരിക്കുന്നത്. ഒരേ ദിവസമാണ് ഫലം വന്നിരിക്കുന്നത്. ആ ഫലം വന്നിരിക്കുന്നതിൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ മെജോറിറ്റി ഉള്ള സ്ഥലത്തും മെജോറിറ്റി ഇല്ലാത്ത സ്ഥലത്തും ഗവൺമെൻറ് ഫോം ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ബംഗാളിലെ സുവേന്ദു അധികാരി വന്നു, ആസാമിലെ ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ തുടരുകയാണ്, നമ്മുടെ തൊട്ടയൽവക്കത്ത് വിജയ് വന്നു, അവിടെയാണ് ഒരുപക്ഷെ സിംഗിൾ മെജോറിറ്റി ഉണ്ടാകാതിരുന്നത്, പുതുച്ചേരിയിലെ രംഗസ്വാമി തുടരുകയാണ്. അപ്പോൾ ഇതെല്ലാം വന്നതിന് ശേഷവും നമ്മുടെ നാട്ടിൽ മാത്രം ആരാണ് മുഖ്യമന്ത്രി എന്നതുമായി ബന്ധപ്പെട്ട് ഇത്രയും വലിയ മെജോറിറ്റി കിട്ടിയതിന് ശേഷവും ഒരു തീർപ്പിലേക്കും എത്തുന്നില്ല എന്ന് പറയുന്നത് നാണക്കേടാണ് എന്ന് കോൺഗ്രസിന് തോന്നുന്നില്ല എങ്കിൽ പിന്നെ നമുക്ക് തിരുത്താനായിട്ട് കഴിയില്ല. ഇതിൻ്റെ ഒരു പ്രക്രിയ ഒന്ന് ആലോചിച്ച് നോക്കൂ. ആദ്യം നിരീക്ഷകർ ഇവിടേക്ക് വരുന്നു, MLA-മാരെ ഒറ്റയ്ക്ക് കാണുന്നു, എന്നിട്ട് അവരുടെ അഭിപ്രായം നോക്കുന്നു. പിന്നീട് ഘടകകക്ഷികളോട് അവരുടെ അഭിപ്രായം ചോദിക്കുന്നു. പിന്നീട് മുഖ്യമന്ത്രി സാധ്യതാ ലിസ്റ്റിലുള്ള ആൾക്കാരോട് ഡൽഹിയിൽ വരാൻ പറയുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായിരുന്ന ആൾക്കാർ പലതരത്തിലുള്ള നേതൃനിരയിലുള്ള ആൾക്കാരെ വിളിക്കുന്നു. എനിക്ക് തോന്നുന്നു അടുത്ത ഘട്ടത്തിൽ കോൺഗ്രസിന് വേണ്ടിയിട്ട് പോസ്റ്റർ ഒട്ടിച്ച ആൾക്കാർ, ബൂത്തിൽ ഏജന്റുമാരായിട്ടിരുന്ന ആൾക്കാർ, ഇവരെയൊക്കെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും. ഏറ്റവും അവസാനം കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരോടും ഡൽഹിയിൽ വന്നിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പറയും. ആ രീതിയിലത്തേക്കാണ് ഇവർ. എന്നിട്ട് ആ സമയത്ത് ഇവർ പറയും ഇത് ജനാധിപത്യ പ്രക്രിയയാണ്, ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന്. അങ്ങനെയല്ല, നിങ്ങൾ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ഇതിലാരാണ്. അതിന് നിങ്ങൾക്ക് പല ഫാക്ടേഴ്സ് ഉണ്ടാകും. അതിൽ MLA-മാരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കാം, സീനിയോറിറ്റി വിഷയമായിരിക്കാം, തെരഞ്ഞെടുപ്പ് മുന്നിൽ നിന്ന് നയിച്ചതാരാണ് എന്നുള്ളത് വിഷയമായിരിക്കാം, ഘടകകക്ഷികളുടെ താല്പര്യം അതിൽ പ്രധാനമായിരിക്കാം. പക്ഷെ ആത്യന്തികമായിട്ട് തീരുമാനം എടുക്കേണ്ടുന്ന ആൾക്കാർ ഒരു സിംഗിൾ പ്ലേസിലല്ലോ. പക്ഷെ ഇവിടെ അതിനേക്കാൾ ഉപരിയായിട്ട് പ്രശ്നം വന്നത് KC വേണുഗോപാലിന്റെ മുഖ്യമന്ത്രി മോഹമാണല്ലോ. ഇതിനിടയിൽ വന്നതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങൾ ഇത്രയും നീളുവാനിടയാക്കിയത്. ഇപ്പോൾ ചെന്നിത്തലയും സതീശനുമായിരുന്നു കളത്തിലെങ്കിലും തർക്കമുണ്ടായേനെ. പക്ഷേ ഈ 3 പേർ ഈ കളത്തിലേക്ക് വന്നതോടുകൂടി കൂടുതൽ സങ്കീർണമായല്ലോ. തീർച്ചയായിട്ടും ഇത് ഇത്ര സങ്കീർണമായതിൻ്റെ ഒരേ ഒരു ഉത്തരവാദി എന്ന് പറയുന്നത് KC വേണുഗോപാൽ മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി മോഹമാണ് ഇതിന് കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടത്തിലൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ മാധ്യമങ്ങൾക്കും അദ്ദേഹം അഭിമുഖം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് എൻ്റെ പേരിനെ മൈനസ് ചെയ്തേക്കും, ഞാൻ ആ ചർച്ചയിലേക്കേ ഇല്ല, മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഞാനില്ല എന്ന് പറഞ്ഞിരുന്നയാളാണ് അദ്ദേഹം. ഇപ്പോൾ എന്താണത് പറയാനുള്ള ആർജവം അദ്ദേഹത്തിനില്ലാത്തത്?
അതല്ല എങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം മുന്നിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നയിക്കാഞ്ഞത്? ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടിയിട്ട് കോൺഗ്രസിലുള്ള സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി അദ്ദേഹം കൂടി ചേർന്ന ഹൈക്കമാൻഡ് ഒരു നിയമം ഉണ്ടാക്കുകയാണ്. ആ നിയമമാണ് നമ്മൾ എല്ലാവരും കണ്ടിരിക്കുന്ന എം പിമാരാരും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട. അപ്പോൾ എം പിമാരാരും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MLA ആവണ്ട എങ്കിൽ പിന്നെ എങ്ങനെ അവർ മന്ത്രിയാകും, മുഖ്യമന്ത്രിയാകും? അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? അതുകൊണ്ട് അന്ന് സ്ഥാനമോഹികളായിട്ടുണ്ടായിരുന്ന കെ സുധാകരൻ, അല്ലെങ്കിൽ കോന്നിയിലുള്ള അടൂർ പ്രകാശ്, MK രാഘവൻ, ഒരുപക്ഷെ ഷാഫി പറമ്പിൽ, ഈ ആൾക്കാരെ മുഴുവൻ വെട്ടി. ഇവരെല്ലാവരും സംസ്ഥാനത്ത് വന്ന് മത്സരിക്കുന്നതിനോ ഇവരൊക്കെ തന്നെ പൊട്ടൻഷ്യൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാകുന്നതിനോ ഇവരൊക്കെ മന്ത്രിമാരാകുന്നതിനോ ഉള്ള സാധ്യതയെ മുഴുവൻ ഇല്ലാതെയാക്കി. ഈ സീനിയർ നേതാക്കളെ മുഴുവൻ ഒഴിവാക്കി. എന്നിട്ട് പറഞ്ഞു ഒരാൾക്ക് വേണ്ടിയിട്ട് പോലും ഈ നിയമത്തിനെ ഫ്ലെക്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരിക എന്ന് പറയുകയും പിന്നീട് അതിന്റെ പേരിൽ ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് എന്ത് തരത്തിലുള്ള ജനാധിപത്യ ബോധ്യമാണ്? അദ്ദേഹത്തിന് വേണ്ടിയിട്ട് 2020 അദ്ദേഹം രാജസ്ഥാനിൽ നിന്ന് കോൺഗ്രസിന്റെ രാജ്യസഭാ MP ആകുന്നു. 4 വർഷം കഴിയുന്ന സമയത്ത് അദ്ദേഹം ആ പൊസിഷൻ വെക്കേറ്റ് ചെയ്തിട്ട് ലോക്സഭയിലേക്ക് പോകുന്ന സമയത്ത് ആ സീറ്റ് റീറ്റെയിൻ ചെയ്യാനായിട്ട് കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്ന് ഓർക്കണം. അന്ന് രവനീത് ബിട്ടുവാണ് ജയിച്ചത്. ബിട്ടു ഇന്ന് കേന്ദ്രമന്ത്രിയാണ്. അതിനുശേഷം 2 വർഷത്തേക്ക് അദ്ദേഹം ലോക്സഭയിൽ പോകുന്നു. ആ കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞ് 2026 ആകുമ്പോഴത്തേക്ക് നിയമസഭയിലേക്ക് വരാനായിട്ട് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? KC വേണുഗോപാലിന് എന്തും ചെയ്യുവാനുള്ള, തോന്നിയ പോലെ ചെയ്യുവാനുള്ള സാഹചര്യമല്ലല്ലോ. അതാണ് ഇതുവരെ കണ്ടിരിക്കുന്നത്. 2020-ലും 2024 ഇപ്പോൾ 2026 വന്നപ്പോൾ വീണ്ടും അവിടെ ഇപ്പോൾ രമേശും സതീശനും ചേർന്നത് പറ്റില്ല എന്ന് ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് ഈ തർക്കം നീളുകയും ചെയ്യുകയാണ്. അതാണ് ഇതിലെ പ്രശ്നം. അതായത് ഈ പ്രക്രിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് ശ്രീ നിയാസ് അടക്കമുള്ള ആൾക്കാർ വിളിക്കുന്നത് കോൺഗ്രസിലെ ജനാധിപത്യം എന്നാണ്. മറ്റു പാർട്ടികളിൽ അതില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയുള്ളത് ജനാധിപത്യമല്ല. സത്യത്തിൽ ജനാധിപത്യം ജനങ്ങൾ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അവകാശത്തിനെ, അതൊരു ഗവൺമെന്റ് ഫോം ചെയ്ത ആ ട്രസ്റ്റിനെ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതിനുള്ള അവസരമാണ് നിങ്ങൾ വൈകിച്ചുകൊണ്ടിരിക്കുന്നത്. ആണെങ്കിൽ 2021 ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ MLA മാർ പിന്തുണച്ച ആളെന്ന രീതിയിൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ട് തുടരേണ്ടതാണ്. അത് മറ്റാരും പറയണ്ട. ശ്രീ നിയാസ് പറയുന്ന കണക്കിനേക്കാൾ കാലം സാക്ഷി എന്ന പുസ്തകത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ ആൾക്കാർ പിന്തുണച്ചിരിക്കുന്ന രമേശ് ചെന്നിത്തലയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം കണക്കൊന്നും പറയുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പിന്തുണ ഉണ്ടായിരുന്നത് രമേശ് ചെന്നിത്തലയ്ക്കാണ് എന്ന് ഉമ്മൻചാണ്ടി പറയുമ്പോൾ നമ്മൾ അവിശ്വസിക്കണം. അപ്പോൾ എന്നിട്ട് ജനാധിപത്യമാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്ന ആളായിരുന്നില്ല എന്നാകേണ്ടത്. അപ്പോൾ അന്ന് ആയില്ലല്ലോ, പകരം സതീശനിലേക്ക് പോയി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണ് KC ആകാൻ കഴിയുക? KC ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ പിന്തുണയുണ്ട് എന്ന് കരുതിയിട്ട് KC ആക്കണമെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താണ്? 2021 പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു നിയമം, 2026 മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു നിയമം. ഞാൻ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലാക്ക് ഓഫ് പ്രിപ്പയർഡ്നെസ് ഉണ്ട്. അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് ഹൈക്കമാൻഡിലുള്ള ഒരു അംഗം തന്നെയാണ്. ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് രാഹുൽ ഗാന്ധിയുമായിട്ട് അടുത്ത ചങ്ങാത്തമുള്ള ഒരു വ്യക്തി രാഹുൽ ഗാന്ധിയോ ഹൈക്കമാൻഡിലുള്ള മറ്റാൾക്കാരെയോ സ്വാധീനിച്ച് തനിക്ക് വേണ്ടിയിട്ട് ഈ നിയമങ്ങളെ മുഴുവൻ വീണ്ടും മാറ്റി എഴുതുന്നു എന്ന രീതിയാണ്. അതായത് ഈ ഗോൾ പോസ്റ്റ് മാറ്റുകയാണ്. അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന കളി നിയമം അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹം തന്നെ മാറ്റി എഴുതുന്നു എന്ന നറേറ്റീവാണ് വരുന്നത്. അതല്ല എങ്കിൽ, അദ്ദേഹത്തിന് ജെന്യുവനായിട്ട് മുഖ്യമന്ത്രി താല്പര്യം ഇല്ല എങ്കിൽ എങ്ങനെയാണ് ഈ 47 MLA മാർ അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്? അദ്ദേഹം ഈ മത്സരത്തിൽ ഇല്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട് എങ്കിൽ അവർ ഒന്നുകിൽ അത് രമേശ് ചെന്നിത്തലയാകട്ടെ അല്ലെങ്കിൽ അത് VD സതീശനാകട്ടെ എന്നതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഈ എല്ലാ ആൾക്കാരും കൂടി ചേർന്ന് കേസിൽ മുഖ്യമന്ത്രി മോഹം അവരെ അറിയിച്ചു കഴിഞ്ഞു, പാർട്ടിയിൽ അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും MLA മാർ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ മഞ്ജുഷ, അതിന്റെ കാര്യം അദ്ദേഹം ഒരു നുണ പറഞ്ഞുകൊണ്ട്, അതായത് എനിക്കിതിൽ താല്പര്യമില്ല എന്ന് ഒരു നുണ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും എന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആ നുണയെ വിഴുങ്ങിക്കൊണ്ട് അതുവഴി കിട്ടിയിരിക്കുന്ന അധികാരത്തിന്റെ മുകളിലേക്ക് അദ്ദേഹം എത്താനും ശ്രമിക്കുന്നു എന്ന ഒരു നറേറ്റീവ് ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിന് അത് ഏറ്റവും മോശമായിരിക്കും എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഒരു വില്ലൻ രീതിയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഇപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.